ഗൈസ് നമ്മൾ 1999 സെമി ഫൈനലിൽ സൗത്ത് ആഫ്രിക്ക ജയത്തിനരികെ തൊട്ടടുത്ത് നിന്ന് വഴുതി പോകുന്ന സീൻസ് എല്ലാം കണ്ട് മറന്ന് കണ്ണീരണിഞ്ഞ കാഴ്ചകളായിരുന്നു. വളരെയധികം വേദനിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത്. നമ്മുടെ ലാൻസ് ക്ലൂസിനറിൻ്റെ അപാര ഇന്നിങ്സിന് ശേഷം അലൻ ഡൊണാൾഡിനും ലാൻസ് ക്ലൂസിനും പറ്റിയൊരു പിഴവിൽ അവർ ആ ഫൈനൽ സെമി ഫൈനൽ ടൈ ആയി ലോകകപ്പിന് പുറത്ത് പോയിരുന്നു. അത് തൊട്ട് തുടങ്ങിയതായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ കഷ്ടകാലം. പിന്നെ നമ്മൾ കണ്ട 2015 സെമി ഫൈനലിൽ ഒരുപാട് ചാൻസ് മിസ്സാക്കിയിട്ട് നമ്മുടെ ഗ്രാൻഡ് എലിയട്ട് ന്യൂസിലാൻഡിൻ്റെ എലിയട്ട് വിജയത്തിലോട്ട് എത്തിക്കുന്ന കാഴ്ചയായിരുന്നതും അതും ഒരു വൻ തകർച്ചയായിരുന്നു സൗത്ത് ആഫ്രിക്കൻ ടീം മെമ്പേഴ്സിന്. എസ്പെഷ്യലി എബി ഡി വില്ലേഴ്സിൻ്റെ ക്യാപ്റ്റൻസിയും എല്ലാം വന്നായിരുന്നു ആ സീസൺ. എന്ത് പറയാൻ, നിർഭാഗ്യങ്ങളുടെ ഒരു കൂട് കൊട്ടാരം പോലെയായിരുന്നു ആ ഒരു സൗത്ത് ആഫ്രിക്കയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ. അതിനുശേഷം നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കയുടെ അപാര പെർഫോമൻസാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. അങ്ങനെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിട്ടിയതോടെ സൗത്ത് ആഫ്രിക്ക പഴയ തട്ടത്തിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ ഇതാ നമുക്ക് ഈ വിന്നിന് ശേഷം റീസെൻ്റ്ലി ഇപ്പോൾ ഓസ്ട്രേലിയയും കൂടെ വൺ ഡേ സീരീസിൽ 2-1 സീരീസ് വിജയമായി നിൽക്കുകയാണ് നമ്മുടെ സൗത്ത് ആഫ്രിക്ക. എന്ത് പറയാനല്ലേ, ആ കാലഘട്ടം തിരിച്ചു വന്നതുപോലെ എല്ലാ നഷ്ടത്തിനും പരിഹാരങ്ങളുമായി.